സ്മരണയിൽ കഴിയണം. അള്ളാഹു നമ്മളോട് ദിക്ർ ചെയ്യാൻ പറയുമ്പോൾ നമ്മളിൽ എത്ര പേരാണ് ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് ജീവിക്കുന്നവൻ ഞാൻ അവനെ ശൈത്താനെ ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് അള്ളാഹ് പറഞ്ഞേ. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ദിക്റുകളും അദ്കാറുകളും ഇത് പറയാതെ നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ദിക്റുകൾ പറയാതെ അള്ളാഹുവിന്റെ സ്മരണയില്ലാതെ നടക്കുന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും, ശൈത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ അവന്റെ കാര്യം പറയേണ്ടതില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദിക്റ് പറയുന്ന ഒരു നാവ് ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നാവ് കൊണ്ട് അത് ഏതുമാകട്ടെ, ഏത് ദിക്റുമാകട്ടെ. ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ നമുക്കറിയാം. ഒരുപാട് ദിക്റുകൾ, എത്രയോ ദിക്റുകൾ എനിക്ക്